ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെറ്റാലിക് ത്രെഡാണ്. മെറ്റാലിക് ത്രെഡ് പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സാധാരണയായിട്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ യൂസ് ചെയ്യുന്ന ത്രെഡുകൾ എല്ലാം തന്നെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഒപ്പം തന്നെ ന്യൂ സ്റ്റിച്ച്, ഫിഷ് ബോൺ സ്റ്റിച്ച് ഒക്കെ ഒരു സംശയം പറഞ്ഞവർക്ക് അത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയും കൂടെ തരുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ ഇതേവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെറ്റാലിക് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു വർക്കാണ്. ഇതാണ് മെറ്റാലിക് ത്രെഡ്. നമ്മുടെ ഇതേപോലെയുള്ള ആങ്കർ ത്രെഡ്, ആങ്കറിൻ്റെ ഇത് കോട്ടൺ ത്രെഡാണ്. ഇതുപോലെ തന്നെ വരുന്നതാണ് മെറ്റാലിക് ത്രെഡ്. ഇതും ആങ്കറിൻ്റെ തന്നെയാണ്. ഇതങ്ങനെ അധികം ആളുകൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് സാധാരണ ഷോപ്പുകളിലൊക്കെ കാണാറ് അപൂർവമായിട്ട് ഒക്കെ നമ്മൾ അന്വേഷിച്ചാൽ അപൂർവമായിട്ടൊക്കെ കാണാറുള്ളൂ. ഇത് കണ്ടില്ലേ, 13 രൂപയാണ് ഇതിൻ്റെ വില. മെയിനായിട്ട് 6 രൂപയാണ് ഇതിനുള്ളത്. പക്ഷേ ഈ തുമ്പ് കൊണ്ട് അങ്ങ് ഒത്തിരി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോഴും ഇത് ചെയ്യാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആങ്കർ ത്രെഡ് പോലെയല്ല, കാരണം ഇതൊരു മയമില്ലാത്തതാണ്. ഇങ്ങനെ തെറിച്ച് ഒരുമിച്ച് നിൽക്കാതെ ഇങ്ങനെ തെറിച്ച് നിൽക്കും. ഇതിട്ട് ചെയ്യാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇത് ഡ്രസ്സുകളിലൊക്കെ ഇതുണ്ടല്ലേ, ഒരു മറ്റേ സെറി ത്രെഡൊക്കെ പോലെ നല്ലൊരു ഷൈനിങ്ങോടെ ഇത്തരം സെറി ത്രെഡ് പോലെ തന്നെ ആണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. എങ്കിൽ പോലും ഇത് ഒറ്റയൊരു സ്പാൻസായിട്ട് കട്ടിയുള്ളതാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് 6 ഒരുമിച്ചായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ മെറ്റാലിക് ത്രെഡ് ഉപയോഗിച്ച് സിക്സാഗ് വർക്കിലുള്ള ഒരു ചെയിൻ സ്റ്റിച്ചാണ് കാണിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഞാൻ പലതരത്തിൽ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ത്രെഡിനെ പറ്റി ഒരു സംശയം ചോദിച്ചുകൊണ്ട് നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന എൻ്റെ അറിവിൽപ്പെട്ട പല സൈസ് ത്രെഡുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് മെറ്റാലിക് ത്രെഡ്. മെറ്റാലിക് ത്രെഡ് ഉപയോഗിച്ചുള്ള വർക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ വർക്ക് കാണിച്ചതിന് ശേഷം പല ടൈപ്പിലുള്ള ത്രെഡുകളൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ സിക്സാഗ് വർക്ക് വിത്ത് മെറ്റാലിക് ത്രെഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഈ മെറ്റാലിക് ത്രെഡ് 3 ഇഴ എടുക്കുക. ഇതിൽ നിന്ന് 3 ഇഴ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. 6 ഇഴ എടുത്ത് ജസ്റ്റ് ഇത്രയും ഒരു നീളത്തിലൊന്ന് കാണിക്കാനല്ലേ 6 ഇഴ എടുത്തങ്ങ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു നീളത്തിൽ മാത്രം ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ 6 ഇഴയും കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ആക്കാതെ ഇതേ ഒരേപോലെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് ത്രെഡ് കയറ്റുന്നതാണ് എളുപ്പം. കാരണം സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഇതല്ലേ, ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരെണ്ണം സെപ്പറേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ മറ്റുള്ള ത്രെഡ് നമുക്ക് സിൽക്ക് ത്രെഡൊക്കെ ആണെങ്കിൽ വെള്ളം നനച്ചൊക്കെ ഒരുമിച്ച് വെക്കാം. ഇത് അങ്ങനെ വെള്ളം നനച്ചാൽ നനയില്ലാത്തതായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. ഇതിപ്പം ഇതുണ്ടല്ലോ, ഈ ഒരെണ്ണം കയറിയില്ല. അത് നമുക്ക് ഇത്രയും കയറ്റിയത് ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് ഈ ഒരെണ്ണം കൂടെ നമുക്ക് കയറ്റി വിടാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇച്ചിരി പറഞ്ഞാൽ അനുസരിക്കാൻ പ്രയാസമുള്ളൊരു ത്രെഡാണ്. അത് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഇത് അധികം അങ്ങനെ ആളുകൾ യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോപ്പുകളിലൊക്കെയും അപൂർവമായിട്ടേ ഇത് കാണാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് കെട്ടി സിക്സാഗ് വർക്കാണ്, ചെയിൻ സ്റ്റിച്ചിൻ്റെ സിക്സാഗാണ് ചെയ്യുന്നത്. അതിനായിട്ട് അറ്റം കെട്ടി ഇത്ര എടുത്തു. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ചെയിൻ ഇങ്ങോട്ട് ചെയ്താൽ അടുത്ത ചെയിൻ താഴോട്ട് ചെയ്യും. അങ്ങനെയാണ് സിക്സാഗ് ചെയിൻ ചെയ്യുന്നത്. മെറ്റാലിക് ത്രെഡാണ് ഇത്. മെറ്റാലിക് ത്രെഡ് ആകുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിലായതുകൊണ്ട് റിങ് ഇടാതാണ് ചെയ്യുന്നത്. റിങ് ഇട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ഇതിപ്പോൾ ഈ വരുന്നതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പിടിച്ചേക്കാണ്. കാരണം ഇത് ഒരു അനുസരണം ഇല്ലാത്ത ത്രെഡാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാം പലതായിട്ട് ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ, ഇതിങ്ങനെ 6 ഇഴ എടുത്തുകൊണ്ടാണ് ഒരു ഒതുക്കമില്ലാതെ വലിയതായിട്ട് ചെയിനായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ മുകളിലായിട്ട് ചെയിൻ എടുത്ത് കഴിഞ്ഞ് സിക്സാഗ് ആയതുകൊണ്ട് അടുത്ത ചെയിന് നമ്മൾ താഴേക്കാണ് കുത്തുന്നത്. അടുത്ത ചെയിൻ ചരിച്ച് താഴേക്ക് കുത്തുന്നു. ഈ ത്രെഡുകളെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടേ ഇതിനകത്തുള്ളൂ. അല്ലാതെ ഉണ്ടല്ലേ, വർക്ക് കണ്ടാൽ ഈ ഇതിന് നല്ലൊരു തിളക്കമുള്ളത് കൊണ്ട് ഈ ഒരു വർക്ക് ചെയ്യുമ്പം ഒരു എളുപ്പമുണ്ട്, സെറി ത്രെഡൊക്കെ പോലെ തന്നെ. പക്ഷേ ഇത് മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് ആദ്യം അങ്ങനെ ആദ്യം നമ്മൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ഇത് പ്രാക്ടീസ് ചെയ്താൽ ഏത് കാര്യം നമുക്ക് ഈസി ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ചെയിൻ മുകളിലേക്ക്. ഈ വർക്ക് ഒരു പ്രയാസമുള്ളതല്ല. ഈ ഒരു ത്രെഡ് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ഈ വർക്ക് പ്രയാസമുള്ള വർക്കൊന്നുമല്ല. ഈ ഒരു ത്രെഡ് പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് കൂടെ കാണിച്ചു തന്നു എന്നുള്ളതും. മെറ്റാലിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്തിയത്.
ഇതിങ്ങനെ ഒന്ന് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുണ്ട്, ഇതിപ്പം പിരിഞ്ഞൊറ്റ കട്ടയായിട്ട് അങ്ങ് ഇരിക്കുന്നതുകൊണ്ട് സൗകര്യമുണ്ട്. സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രയാസമാണ് പിന്നെ ചെയ്യാൻ. സെപ്പറേറ്റ് ആകാതെ ഇങ്ങനെ ചുരുട്ടി, ഞാൻ ആദ്യം ഒന്ന് ചുരുട്ടി ഒന്ന് വെച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഒതുങ്ങിയിരിക്കുന്നത്. ഒന്ന് ചുരുട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് പിരിച്ച് ത്രെഡ് ഇട്ട് ഇവിടെ ചെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിൽ ചെയ്തൊരു വർക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. ശേഷം നമുക്ക് ബാക്കി ത്രെഡുകൾ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഏതരം ഈ ഒരുവിധം ത്രെഡുകളൊക്കെ ഞാൻ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞാൽ സിൽക്ക് ത്രെഡ് പരിചയപ്പെടുത്തിയത്. സിൽക്ക് ത്രെഡ് ആദ്യമൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. ഈ മെറ്റാലിക് ത്രെഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് മെറ്റാലിക് ത്രെഡ് ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ്. മെറ്റാലിക് ത്രെഡിൻ്റെ സിക്സാഗ് ചെയിൻ കൊണ്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഏതെല്ലാം ടൈപ്പാണ് ത്രെഡുകളെന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ത്രെഡുകൾ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ത്രെഡാണ് ആങ്കറിൻ്റെ. ഇത് നല്ല കോട്ടൺ ത്രെഡാണ്, ഷൈനിങ് ഉള്ളതാണ്. ആങ്കറിൻ്റെ ആകുമ്പോൾ കളറൊന്നും പോവുകയില്ല. ഏത് നല്ല ക്ലോത്തിലും ചെയ്താലും നല്ല ഭംഗിയായിട്ട് കാലങ്ങളോടെ ഇരിക്കുന്ന ഒരു ത്രെഡാണ് ആങ്കർ ത്രെഡ്. ആങ്കർ ത്രെഡിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡിലുള്ളത്, ഡബിളല്ല, ഇത് വൈറ്റ്, ഗ്രീന്, യെല്ലോ, ഇങ്ങനെ 2-3 ഷെയ്ഡോട് കൂടിയ ഇതാണ് ഇങ്ങനെ ആങ്കറിൻ്റെ തന്നെ. ഇതും നമ്മൾ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്ന ഷെയ്ഡുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഷെയ്ഡുള്ളത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഇത് സെറി ത്രെഡ്. ഇത് സെറി ത്രെഡ് വെച്ചിട്ട് നമ്മൾ മെഷീനിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചായിരുന്നു. അടിനൂലായിട്ട് മെഷീനിൽ ചുറ്റി സെറി ത്രെഡ് വെച്ച് വർക്ക് ചെയ്യുന്ന. അതുപോലെ തന്നെ ആരി എംബ്രോയ്ഡറിക്കൊക്കെ നമ്മൾ ഈ സെറി ത്രെഡ് യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ത്രെഡാണ് ഇതുണ്ടല്ലേ, ഇതും ആങ്കറിൻ്റെ തന്നെയാണ്, പേൾ കോട്ടൺ ത്രെഡാണ്. ഇതുണ്ടല്ലേ, ഇത് ഇങ്ങനെ ഒറ്റ ഒരു ഇഴയായിട്ടാണ്. ആ ഇഴയ്ക്ക് നല്ലൊരു ഇങ്ങനെ കണ്ടില്ലേ പിരിഞ്ഞ് നല്ലൊരു ഷേപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനും ആ ഒരു നല്ലൊരു ഷേപ്പായിട്ട് ഇത് 2-3 ഇഴയായിട്ട് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്ന നല്ലൊരു ഇത് തന്നെയാണ് ഈ ത്രെഡും. ഇതും 45 രൂപയോളമാണ് ഇത്രയുള്ള എണ്ണത്തിൻ്റെ വില വരുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കാണിച്ച റിംജിം ത്രെഡിൻ്റെ വർക്ക് നമ്മൾ പുറകിലുള്ള ക്ലാസ്സിൽ കാണിച്ചിരുന്നു. പിന്നെ ഇന്നിപ്പോൾ കാണിച്ച മെറ്റാലിക് ത്രെഡ്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ലാത്തൊരു ത്രെഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിൽക്ക് ത്രെഡ്. ഇതുണ്ടല്ലേ, സിൽക്ക് ത്രെഡ് നല്ല ഡ്രസ്സുകളിൽ, നല്ല മെറ്റീരിയലുകളിലൊക്കെ നമുക്ക് നല്ലതെന്നല്ല, നമുക്ക് കോട്ടൺ വെച്ച് തന്നെ വർക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ത്രെഡ് എന്ന് പറഞ്ഞാൽ നല്ല സാധാരണക്കാളും നമ്മുടെ ആങ്കർ ത്രെഡിൻ്റെ അതിനെ കഴിഞ്ഞും നല്ലൊരു ഗ്ലേസിംഗ് ആണ്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇതുണ്ടല്ലേ ഗ്ലേസിംഗ് ആണ്. ഈ ഒരു ത്രെഡും നമ്മൾ വർക്കുകൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് കാലങ്ങളോളം ഒരു ഫെയ്ഡ് ഇതൊക്കെ കുറേ കാലം കഴിയുമ്പം ഒരു ചെറിയ കളർ ഫെയ്ഡ് ഉണ്ടായാലും ഇതിന് ഒരിക്കലും നരച്ചൊന്നും പോകുന്നതല്ല. ഈ വർക്കുകളൊക്കെ എത്ര കാലം വേണമെങ്കിലും നല്ലതായിട്ടിരിക്കുന്നതാണ് ഈ സിൽക്ക് ത്രെഡ്. ഇത് ഒരു 35 രൂപയ്ക്കാണ് ഇത്ര ഒരു എണ്ണത്തിന് വരുന്ന സിൽക്ക് ത്രെഡ്. ഇതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ഞാനൊരു ചെറിയൊരു എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കാം. സിൽക്ക് ത്രെഡ് നമുക്ക് കൈക്ക് വഴങ്ങാൻ ഒരു സ്വല്പം പ്രയാസമുണ്ട്. ആദ്യമായിട്ടൊക്കെ സിൽക്ക് ത്രെഡും നമുക്ക് കൈക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വഴങ്ങാൻ ഒരു സ്വല്പം പ്രയാസമാണ്. ഇതല്ലേ, ഇത് തീരെ നേരിയതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒറ്റ ഇഴയായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് 3, 4, 5 ഇഴയായിട്ട് എടുത്ത് ഒരു 3 ഇഴയായിട്ട് എടുത്ത് നമുക്ക് കോർത്ത് അറ്റത്തുനിന്ന് 2ആയിട്ട് എടുത്ത് കെട്ടുവാണെങ്കിൽ 6 ഇഴയായിട്ട് വരും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരുവിധം കട്ടിക്ക് വരും. അങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇന്ന് കുറേ പേർക്ക് ലീഫ് സ്റ്റിച്ച് എങ്ങനെയാണെന്നൊരു ഡൗട്ട് പറഞ്ഞു. ലീഫ് സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചും കൂടെ ഒരു ഡൗട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിന്ന് ഡൗട്ട് അങ്ങ് മാറുകയും ചെയ്യും, അത് ക്ലിയർ ആവുകയും ചെയ്യും. ഈ സിൽക്ക് ത്രെഡ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് നീളത്തിലെടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിങ്ങനെ റോളായിട്ട് വരുന്നത് കൊണ്ട്. അപ്പോൾ ഞാനൊരു 3 ലെയർ എടുത്ത് കെട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് അതിൻ്റെ നേരെ പകുതി നീളമായി പോകും. 3 ലെയർ എടുത്ത് കെട്ടി 2ആയിട്ട് കെട്ടുമ്പോൾ 6 mm ഇഴ വരും. പക്ഷേ അപ്പോൾ അതിൻ്റെ പകുതി നീളമായി കുറഞ്ഞു പോകില്ല, ഡബിളായിട്ടായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എങ്കിലും ഞാൻ ഒരു 3 ഇഴ എടുത്തിട്ടുണ്ട്. അതെടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നീളത്തിൽ 3 ഇഴ മടക്കി 3 ഇഴയാക്കിയിട്ടുണ്ട്. 3 ഇഴ മടക്കി ആക്കിയത് ഇനിയിപ്പോൾ നമുക്ക് ടിപ്പുകൾ ഒരുമിച്ച് പിടിച്ച് ഇവിടെ ഒന്ന് വെള്ളം നനച്ചാൽ ഒരുമിച്ച് കട്ടയായിട്ടിരിക്കും. ഇങ്ങനെ ഒന്ന് ആക്കിക്കൊണ്ട് നമുക്ക് നീഡിലേക്ക് കയറ്റുവാണ്. നീഡിൽ കയറ്റി ഇങ്ങി കൊണ്ടുവന്ന് ഒരേ ലെവലിലാക്കിക്കൊണ്ട് ഒരേ ലെവലിലായിരുന്നിടത്ത് കൊണ്ട് ഞാൻ കെട്ടുകയാണ്. അപ്പോൾ ഇത് 6 ഇഴയായി. നമുക്ക് 6 ഇഴയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6 ഇഴയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കെട്ടി, ഈ ത്രെഡ് കണ്ടില്ല, ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഞാനിതൊന്ന് ഒന്ന് കെട്ടി ഒന്ന് പിരിക്കുകയാണ്. അന്നപ്പോൾ ഇതിനൊരു മയം വരും. ഇത് ഒരുമിച്ചൊന്ന് സെപ്പറേറ്റ് ആയി പോകാതെ ഒരു ഇതാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചത്. സിൽക്ക് ത്രെഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സിൽക്ക് ത്രെഡിൽ ലീഫ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട്
ഞാനിവിടെ 6 ഇഴയായിട്ട് 3 ഇഴ എടുത്ത് ഡബിളാക്കി കൊണ്ടുവന്ന് അറ്റത്ത് കെട്ടിയിരിക്കുകയാണ്. അതായത് 6 ഇഴ നൂലാണ് ഫലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്നത്. അത് ഇതേപോലെ ഒന്ന് പിരിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നത് ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് നടുക്കൂടെ ഒരു വര വരച്ചിട്ടുണ്ട്. അതിലാണ് ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ ഈ ഒരു ഷേപ്പിലാണ്, ഇതുണ്ടല്ലോ ഈ ലീഫിൻ്റെ ഷേപ്പിൽ ഇതിൻ്റെ ഈ ഒരു തുമ്പിൽ നിന്ന് ഞാൻ കുത്തി വലിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ സിൽക്ക് ത്രെഡ് ചെയ്യുമ്പോൾ 2 കൈ ഉപയോഗിക്കണം. കാരണം ഇതെല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ട് 2 കൈ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. മുകളിൽ നിന്ന് താഴേക്ക് ആദ്യത്തെ ഒരു വര ചെയ്യുകയാണ്. ഇങ്ങ് വരെയും കൈ ഒന്ന് കൊണ്ടുപോകണം. കാരണം ഇത് ഒരേ ലെവലിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം വേറെ വേറെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് കുത്തി, മുകളിൽ നമ്മൾ സെൻറ്ററിൽ കുത്തിയതിൻ്റെ സൈഡിൽ നിന്നാണ് ഇനി കുത്തുന്നത്. ഇത് കുത്തി ഇവിടെ നിന്ന് കുത്തി ഈ സെൻറ്ററിലേക്കാണ് കുത്തുന്നത്. സെൻറ്ററിൽ നമ്മൾ ആദ്യം കുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുത്തി. പിന്നെ ഇതിപ്പം ഈ സിൽക്ക് ത്രെഡ് ഇങ്ങനെ വലിച്ച് പിടിക്കണം. വലിച്ച് പിടിച്ചോണ്ട് അല്ലെങ്കിൽ പോട്ടെ ഇറക്കി അങ്ങ് വിടുന്നതായിട്ടാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്ലോയിൽ കാണിക്കാം. ഇതുണ്ടല്ലേ തൊട്ടിപ്പുറം കണ്ടില്ലേ, ലീഫിൻ്റെ സെൻറ്ററിൽ കുത്തിയതിൻ്റെ തൊട്ടിപ്പുറം ആദ്യം ഇങ്ങേ വശത്ത് കൊടുത്തത് നമ്മൾ അതിൻ്റെ ഇങ്ങേ സൈഡിലത്തെ വശത്ത് കുത്തി ഈ തൊട്ട് താഴേക്ക് കുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ താഴെയായിട്ട് ഇപ്പുറത്ത് കുത്തുക. കുത്തിയ ശേഷം നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങേ സൈഡിൽ കുത്തുകയാണ്. ഇങ്ങേ സൈഡിൽ കുത്തി ഇത് ഇവിടെ താഴെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ഇനിയിപ്പോൾ അടുത്ത സൈഡിൽ നിന്ന് കുത്തി ഈ ലാസ്റ്റ് കുത്തിയതിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോഴത്തെ ഇത് കുത്തുന്നത്. കണ്ടില്ലേ, ഇപ്പം തന്നെ ഇത്രയും വലുപ്പത്തിൽ തന്നെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ താഴെ വരെ ചെയ്തില്ലല്ലോ. ഇപ്പോൾ ഈ സ്റ്റിച്ച് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഈ കുത്തിയതിൻ്റെ താഴെയായിട്ട് കുത്തുന്നു. അപ്പോൾ നമ്മൾ സിൽക്ക് ത്രെഡിലാണ് ചെയ്യുന്നത്. സാധാ ക്യാമറയിൽ ക്ലിയർ ആണോ? നമ്മുടെ സാധാ ത്രെഡിലും ഒരു ഷൈനിങ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇലയുടെ ഷേപ്പ് ആകുന്നുണ്ട്. ബാക്കി കൂടെ ചെയ്യാതെ ഞാനിവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചും ഈ ത്രെഡിനെ പറ്റിയും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ ഞാൻ ചെയ്യാതെ ഇവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ്. പിന്നെ ഇനി ത്രെഡാണെങ്കിലും എനിക്ക് ഇത്രയും കൊണ്ടാകുമ്പം താഴോട്ട് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇനി കൂടുതൽ ത്രെഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഞാൻ ഫിഷ് ബോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലീഫ് ചെയ്യുന്നതെന്നൂടെ കാണിച്ചുകൊണ്ട് നിർത്താം. അപ്പോൾ ഈ ഇവിടം കൊണ്ട് ഞാൻ ഈ ഒരു ലീഫ് നിർത്തുകയാണ്. നമ്മളുടെ താഴത്തെ ഈ ലൈൻ ഫുള്ള് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു ലീഫ് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കണ്ടില്ലേ, ഷേപ്പിൽ കിട്ടിയത് കണ്ടില്ലേ. ഇതാണ് ലീഫ് സ്റ്റിച്ച്. ലീഫ് സ്റ്റിച്ച് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഈ ഗ്രീൻ കളർ എടുത്തിരിക്കുന്ന ആങ്കറിൻ്റെ പേൾ കോട്ടനാണ്. പേൾ കോട്ടൻ്റെ ഒരു നൂലിങ്ങോട്ട് കയറ്റി ഇങ്ങ് കൊണ്ടുവന്ന് കെട്ടിയപ്പം ഇതുണ്ടല്ലോ രണ്ട് ഇഴയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഷ് ബോൺ ചെയ്യാനായിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും സെൻറ്ററിലൂടെ അല്ല വരച്ചിരിക്കുന്നത്, സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടിപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ നിന്നാണ് ഞാൻ കുത്തുന്നത്. സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക്, അതായത് ഈ 2 മരകളുടെ നടുക്കായിട്ട് ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് കുത്തുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഞാൻ കുത്തുന്നത് ഈ സൈഡിൽ നിന്നാണ്. സൈഡിൽ നിന്ന് നമ്മൾ ലീഫ് സ്റ്റിച്ചിന് കുത്തുമ്പോൾ ഈ തൊട്ട് താഴെ ഇതിന് താഴെയായിരുന്നു കുത്തുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പുറേ വശത്തേക്ക് കൊണ്ടുപോയി ഇവിടെയാണ് കുത്തുന്നത്. 2 വരകൾ ഇട്ടിരിക്കുന്നതിൽ ആ സൈഡിലത്തെ വര ക്രോസ് ചെയ്ത് പോയി ഇപ്പുറത്തെ വശത്തേക്കാണ് നമ്മൾ കുത്തുന്നത്. അതേപോലെ തന്നെ ഈ വശത്തു നിന്ന് ഈ സെൻറ്ററിലെ വരയുടെ തൊട്ടിപ്പുറത്തു നിന്ന് കുത്തുന്നത് നമ്മൾ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇങ്ങനെയാണ് നമുക്ക് ഫിഷ് ബോണിന് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നത്, ഇവിടെ തൊട്ട് താഴെ എടുക്കുന്നത് ക്രോസ് ചെയ്ത് ഈ വരയ്ക്ക് ക്രോസ് ചെയ്ത് ഈ വരയുടെ താഴെ കുത്തുന്നു. ശേഷം ഒരു സ്വല്പം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനിയിപ്പോൾ ലീഫ് സ്റ്റിച്ചിന് എടുക്കുന്ന പോലെ ഇവിടെ നിന്ന് കുത്തിയാൽ താഴേക്ക് കുത്തുന്ന സെൻറ്ററിലല്ല, ക്രോസ് ചെയ്ത് ഇപ്പറേ ഈ വരയിലേക്ക് കുത്തുന്നു.
ഇപ്പോൾ അടുത്തത് ഇവിടെ നിന്ന് കുത്തുന്നു. ഈ ബോർഡർ ലൈനിൽ നിന്നാണ് ഈ കുത്തുന്നത്. ബോർഡർ ലൈനിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ടാണ് കൊണ്ടുവരുന്നത്. സെൻറ്ററിൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ലൈനിൽ കൊണ്ടുവന്ന് കുത്തുന്നു. ഇവിടെ കുത്തിയാൽ സെൻറ്റർ ക്രോസ് ചെയ്ത് ഇപ്പറേ കൊണ്ടുവന്ന് കുത്തുന്നു. ഇങ്ങനെയാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ചരിവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. താഴേക്ക് ഒരു ചരിവായിട്ട് കൊണ്ടുപോകണം. അല്ല നേരെയായി പോകരുത്. നേരെയായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് പോകും. ആ മുകളിൽ നിന്ന് കുത്തിയാൽ ചരിച്ച് താഴേക്ക് തന്നെ കൊണ്ടുവരണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഫിഷ് ബോൺ ഇങ്ങനെയാണ് ഫിഷ് ബോണിൽ ലീഫ് ചെയ്യുമ്പോൾ വരുന്നത്. സ്വല്പം മെനക്കേടുണ്ട് എങ്കിലും പക്ഷേ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. കണ്ടില്ലേ, ഇത്രയും തയ്ച്ച് കഴിഞ്ഞാലും ഇത്രയും വലുപ്പം ആകുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. കുറേ പണിയുണ്ട് ചെയ്യാൻ. ഇതുണ്ടല്ലേ, ഒരു നെയ്ത പോലെ താഴേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ ഫിഷ് ബോൺ കാണിച്ചത് അത്ര ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫിഷ് ബോൺ ലീഫ് സ്റ്റിച്ച് ഒന്നുകൂടെ എടുത്ത് കാണിച്ചത്. ലീഫ് സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചും സാധാരണ നമ്മൾ ലീഫുകൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. മുകളിൽ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോഴേ ആ വർക്കിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. മുകളിൽ തന്നെ നിൽക്കുമ്പോൾ അത്രയും തോന്നുകയില്ല. താഴേക്ക് വരുമ്പോൾ നമുക്ക് ആ ഇല നല്ല നെയ്ത് താഴേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഇലയുടെ ഷേപ്പിൽ നമ്മൾ സൈഡിലുള്ള ആ ഷേപ്പ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി സെൻറ്ററിൽ ക്രോസ് ചെയ്ത് സെൻറ്ററിൻ്റെ ഇപ്പറേം അങ്ങനെയായിട്ട് കുത്തുന്നു. അങ്ങനെയാണ് എൻ്റെ കുത്ത് പോകുന്നത്. കുറേയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് അപ്പുറം ഇപ്പുറം വരച്ചില്ലെങ്കിലും ആ ഒരു ഊഹത്തിൽ നേരെ സെൻറ്ററിന് അപ്പുറം ഇപ്പുറമായിട്ട് കടത്തിവിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല. ആദ്യമൊക്കെ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. താഴേക്ക് വരുമ്പോഴും നമ്മൾ ആ ചരിച്ച് കൊണ്ടുപോകണം. അല്ലാതെ താഴോട്ടാകുമ്പോൾ നേരെ ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി പോകും. അപ്പോൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ താഴേക്ക് ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? ഒരു കുത്തൂടെ കുത്തി നിർത്തുവാണ്. ത്രെഡും തീരുന്നു. അതുകൊണ്ടാണ് അല്ലേ ഇത്രയും കൂടെ കുത്തി ഇത് ഫിഷ് ബോൺ സ്റ്റിച്ചിൽ ചെയ്ത ലീഫും ഇത് നമ്മുടെ ലീഫ് സ്റ്റിച്ചിൽ ചെയ്ത ലീഫുമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ത്രെഡുകളും ഏതൊക്കെ വിധമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത്രയും ത്രെഡുകളാണ് എൻ്റെ പരിചയത്തിലുള്ളത്. ഇനി കൂടുതൽ ത്രെഡുകളെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെയായിട്ട് ഇതേവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.